ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ 126 മുതലുള്ള MCQ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. 126 നിർദ്ദേശക തത്വങ്ങൾ ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ സി ആണ്. 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 127 ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആൻസർ എ ആർട്ടിക്കിൾ 368 പറയുന്നത്. 128 ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറൻറ്റ് ലിസ്റ്റ് ഏത് ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ്? ഗവൺമെൻറ്റിൻ്റെ കർത്തവ്യങ്ങളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒരുമിച്ച് ചെയ്യേണ്ട കർത്തവ്യങ്ങളാണ്. അത്തരത്തിലുള്ള കൺകറൻറ്റ് ലിസ്റ്റ് നമ്മൾ ഏത് ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ്? ആൻസർ ബി ആണ്. ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ആ രീതി സ്വീകരിച്ചിട്ടുള്ളത്. 129 ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ്? ആൻസർ എ ആണ്. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ഭാഗം നമ്മൾ കടമെടുക്കുന്നത്. 130 ഭരണഘടനാ നിർമ്മാതാക്കൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം സ്വീകരിച്ചത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? ആൻസർ സി ആണ്. US അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത്. 131 ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തെ ഒരു ഏകീകൃത സംവിധാനമാക്കി മാറ്റാം, അഥവാ മുഴുവനും കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന രീതിയിലാക്കി മാറ്റാവുന്നതാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇങ്ങനെ ഒരു നിയമം ഉള്ളത്? ആർട്ടിക്കിൾ 352 പ്രകാരമാണ് ഇങ്ങനെ ഒരു നിയമമുള്ളത്. ആൻസർ ഡി ആണ്. 132 മൗലികാവകാശങ്ങൾ ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ബി 12 മുതൽ 36 വരെയുള്ള ഭാഗമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് അഥവാ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. 133 1955 തൊട്ടുകൂടായ്മ കുറ്റകൃത്യ നിയമത്തെ പിൽക്കാലത്ത് 1955 പൗരാവകാശ സംരക്ഷണ നിയമം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ 1955 ഈ നിയമം രൂപീകരിക്കുന്ന സമയത്ത് അതിൻ്റെ പേര് തൊട്ടുകൂടായ്മ കുറ്റകൃത്യ നിയമം എന്നായിരുന്നു. പിന്നീട് അത് മാറ്റി 1955 പൗരാവകാശ സംരക്ഷണ നിയമം എന്നാക്കി മാറ്റി. എന്നാണ് ഇങ്ങനെ പേരുമാറ്റം നടത്തിയത്? ആൻസർ സി ആണ്. 1976 ഇങ്ങനെ പേരുമാറ്റിയത്. 134 ഭരണഘടനയുടെ പാർട്ട് 3 നിന്ന് സ്വത്തവകാശം എന്ന അവകാശത്തെ ഒഴിവാക്കി. ഏത് ഭേദഗതി പ്രകാരമാണ്, എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം എന്നുള്ള നിയമം, മൗലികാവകാശം ഒഴിവാക്കിയത്? ആൻസർ ബി ആണ്. 44ാം ഭേദഗതി പ്രകാരമാണ് ഒഴിവാക്കിയത്. 135 ഒരു പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ മുദ്രാവാക്യം എന്താണ്? ആൻസർ ഡി ആണ്. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമാണ് ഒരു പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ തത്വം, മുദ്രാവാക്യം. 136 പാർലമെൻ്ററി സംയുക്ത സമ്മേളനത്തിൽ ആരാണ് അധ്യക്ഷൻ വഹിക്കേണ്ടത്? ആൻസർ സി ആണ്. പ്രസിഡൻ്റാണ്. രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് അധ്യക്ഷൻ വഹിക്കേണ്ടത്. 137 ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം മറ്റൊരു രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തോട് തുല്യമായതാണ്. ഏതാണ് ആ രാജ്യം? ആൻസർ ബി ആണ്. US അമേരിക്കയിലെ വൈസ് പ്രസിഡൻറ്റിനോട് തുല്യമാണ് ഇന്ത്യയിലെ വൈസ് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം. 138 മന്ത്രിസഭാ യോഗത്തിൽ അജണ്ട തയ്യാറാക്കുന്നത് ആരാണ്? മന്ത്രിമാരുടെ യോഗത്തിൽ അജണ്ട തയ്യാറാക്കുന്നത് ആരാണ്? ആൻസർ ബി ആണ്. പ്രൈം മിനിസ്റ്ററാണ്, പ്രധാനമന്ത്രിയാണ് അജണ്ട തയ്യാറാക്കുന്നത്. 139
കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ആൻസർ സി ആണ്. 2 പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ നിന്നുള്ള, ലോകസഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമുള്ള അംഗങ്ങളാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്. 140. ഇനി പറയുന്നവയിൽ ഏതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം അല്ലാത്തത്? ആൻസർ സി ആണ്. ഒരു മതപരമായ സംസ്ഥാനം രൂപീകരിക്കുക എന്നത് നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമല്ല. 141. ഒരു പാർലമെൻ്ററി ഗവൺമെൻറ്റിന് കീഴിലുള്ള ഗവൺമെൻറ് തലവൻ അയാൾ ആസ്വദിക്കുകയാണ് എന്ത്? ആൻസർ എ ആണ്. റിയൽ പവർ. അയാൾ യഥാർത്ഥ അധികാരത്തെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആസ്വദിക്കുന്നത്. 142. സർക്കാരിനെ ഏകീകൃത രീതിയെന്നും അതേപോലെ തന്നെ ഫെഡറൽ ഗവൺമെൻറ് എന്നിങ്ങനെയും വേർതിരിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? യൂണിറ്ററി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഏകീകൃത ഗവൺമെൻറ്, അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ് എന്നിങ്ങനെ വേർതിരിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആൻസർ ബി ആണ്. അധികാര വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഫെഡറൽ ആണോ അല്ലെങ്കിൽ യൂണിറ്ററി ഗവൺമെൻറ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. യൂണിറ്ററി ഗവൺമെൻറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു ഗവൺമെൻറ് മാത്രമേ ആ രാജ്യത്തുള്ളൂ, ആ ഗവൺമെൻറ്റാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഫെഡറൽ ഗവൺമെൻറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും പാടെ ഉള്ള സംവിധാനങ്ങളെയാണ് ഫെഡറൽ ഗവൺമെൻറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 143. ഇന്ത്യൻ ഭരണഘടനയിലെ ഭൂരിഭാഗം വ്യവസ്ഥകളും ഭേദഗതി ചെയ്യാം. ആർക്കാണ് ഭേദഗതി ചെയ്യാൻ കഴിയുക? ആൻസർ എ ആണ്. പാർലമെൻറ്റിന് ഭേദഗതി ചെയ്യാവുന്നതാണ്. 144. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് എന്നാണ്? ആൻസർ ബി ആണ്. 1952 ഒക്ടോബർ 2 ആരംഭിച്ചത്. 145. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ആരംഭിച്ചത് എന്നാണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ തന്നെ ഭാഗമായുള്ള പ്രത്യേക പദ്ധതിയാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറയുന്നത്. അതെന്നാണ് ആരംഭിച്ചത്? 1953 ഒക്ടോബർ 2 ആരംഭിക്കുന്നത്. 146. രാഷ്ട്രീയ ഏകത ഒരു സവിശേഷതയാണ്. രാഷ്ട്രീയ ഏകത അല്ലെങ്കിൽ ഹോമോജീനിറ്റി എന്ന് പറയുന്നത് എല്ലാ മന്ത്രിമാരും ഒരേ പാർട്ടിയിൽ നിന്ന് തന്നെ ഉള്ള ആളുകളാവുക എന്നുള്ളത് ഏത് വ്യവസ്ഥതയുടെ സവിശേഷതയാണ്? ആൻസർ ബി ആണ്. പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ് രാജ്യത്തെ മന്ത്രിമാരൊക്കെ ഒരേ പാർട്ടിയിൽ നിന്ന് തന്നെ ആവുന്നു എന്നുള്ളത്. 147. ഗ്രാമപഞ്ചായത്തിനെ സ്വയം ഭരണ യൂണിറ്റുകളായി സംഘടിപ്പിക്കുക എന്നത് എന്തിൻ്റെ ഉദാഹരണമാണ്? ആൻസർ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. ഗാന്ധിയൻ തത്വങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് പഞ്ചായത്തുകൾ രൂപീകരിച്ചുകൊണ്ട് പഞ്ചായത്തുകൾക്ക് സ്വയം ഭരിക്കാനുള്ള അധികാരം നൽകിയത്. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നായിരുന്നു പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണം എന്നുള്ളത്. 148. എക്സൈസ് ഫ്രാഞ്ചൈസിയുടെ പ്രായം 21 നിന്ന് 18 ചുരുങ്ങിയത് ഏത് ഭേദഗതി പ്രകാരമാണ്? എക്സൈസ് ഫ്രാഞ്ചൈസി എന്നതുകൊണ്ട് കാര്യമായി ഉദ്ദേശിക്കുന്നത് നിയമപരമായി ഒരു വ്യക്തിയെ അംഗീകരിക്കുക എന്നതാണ്. അങ്ങനെ 21 വയസ്സായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അത് 18 ചുരുക്കിയത് ഏത് ഭേദഗതി പ്രകാരമാണ്? ആൻസർ സി ആണ്. 61-ാം ഭേദഗതി പ്രകാരം. 149. ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു സമിതിയുടെ ശുപാർശ പ്രകാരം ലോകസഭ പിരിച്ചുവിടാം. ഏത് സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ലോകസഭ പിരിച്ചുവിടാൻ കഴിയുക? ആൻസർ ഡി ആണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. മന്ത്രിമാരുടെ സമിതി കൂടിക്കഴിഞ്ഞാൽ മന്ത്രിസഭ തീരുമാനിക്കുന്നതിനനുസരിച്ചുകൊണ്ട് ലോകസഭ പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ടായിരിക്കുന്നതാണ്. 150. ഒരു പ്രത്യേക സമിതിയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മന്ത്രാലയത്തിനായി നീക്കിവച്ചിരിക്കുന്ന ചെലവ് കുറക്കണമെന്ന് നിർദ്ദേശിക്കുന്ന പ്രമേയത്തെ
എന്താണ് പറയുന്നത്? ഒരു പ്രത്യേക വകുപ്പിന് അല്ലെങ്കിൽ മന്ത്രാലയത്തിന് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന ചെലവ് കുറക്കണമെന്ന് നിർദ്ദേശിക്കുന്ന പ്രമേയം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ബി ആണ്. കട്ട് മോഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്.